നമ്മളെല്ലാം പശ്ചിമേഷ്യയിലെ യുദ്ധം പെട്ടെന്ന് അവസാനിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പാകിസ്ഥാനിലെ ചർച്ചയിലേക്ക് നമ്മൾ പ്രതീക്ഷയോടെ കൺപാർത്തിരുന്നു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. അതിനെല്ലാം അടിസ്ഥാനപരമായ ഒരു കാര്യമുണ്ട്. ഇത് മനസ്സിലാക്കാതെയുള്ള യുദ്ധ വിശകലനങ്ങളെല്ലാം അബദ്ധമാകും. ഇറാനിലെ US അധിനിവേശം കേവലം US പദ്ധതിയല്ല, ഇസ്രായേലിൻ്റെ ഗ്രേറ്റർ ഇസ്രായേൽ പ്ലാനിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. ഗ്രേറ്റർ ഇസ്രായേലിനായി അവസാനിക്കാത്ത യുദ്ധം എന്ന സന്ദേശം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു നൽകിക്കഴിഞ്ഞു. ഇസ്രായേലി ജനതയെ അതിനുവേണ്ടി മാനസികമായി ഒരുക്കി നിർത്തിയിരിക്കുകയാണ്. ഇസ്രായേൽ പുതിയ യുദ്ധ ബജറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു. അമേരിക്കയെ ഇതിനായി വലിച്ചിഴക്കാൻ കോടിക്കണക്കിന് ഡോളറും പിൻവാതിൽ ലോബിയിങ്ങും കനപ്പിക്കുകയാണ്. വിശദമായി നോക്കാം. ദേശാന്തരത്തിലേക്ക് സ്വാഗതം. അവസാനിക്കാത്ത യുദ്ധം എന്ന മാനസിക അവസ്ഥയിലേക്ക് ഇസ്രായേൽ സമൂഹത്തെ ഒന്നാകെ പരുവപ്പെടുത്തിയിരിക്കുകയാണ് സയനിസം. ഇറാനുമായുള്ള US-ന്റെ താൽക്കാലിക വെടിനിർത്തലും ചർച്ചകളും ലോകമെങ്ങും ആശ്വാസത്തോടെ നോക്കിക്കണ്ടപ്പോൾ ഇസ്രായേലികൾ വലിയ സങ്കടത്തിലാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഇറാനിലെ വെടിനിർത്തലിന് തയ്യാറായത്. എന്നാൽ ഇസ്രായേലിനുള്ളിൽ നെതന്യാഹു ഈ വിഷയത്തിൽ കടുത്ത വിമർശനങ്ങൾ നേരിട്ടു. അതിൻ്റെ കലിപ്പ് തീർക്കാനാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ച അതേ ദിവസം ഇസ്രായേൽ ലബനാനിൽ 200-ലധികം സാധാരണക്കാരെ 10 മിനിറ്റിനുള്ളിൽ കൂട്ടക്കൊല ചെയ്തത്. ഗസയിലും വെസ്റ്റ് ബാങ്കിലുമെല്ലാം ഇസ്രായേൽ നിർബാധം അതിൻ്റെ അധിനിവേശ അജണ്ടകൾ നടപ്പിലാക്കുന്നു. ലബനാൻ്റെ 15% ഭൂമിയും ഇസ്രായേൽ നിയന്ത്രണത്തിലാക്കി കഴിഞ്ഞു. ഇസ്രായേൽ പാർലമെൻറ്റായ നെസറ്റ് യുദ്ധത്തിനായി പുതിയ ഒരു ബജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ്. $10 ബില്യൺ വകയിരുത്തിയിരിക്കുന്നത്. ഇസ്രായേൽ ഒരു ദീർഘകാല യുദ്ധത്തിന് തയ്യാറെടുക്കുന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഈ ബജറ്റ്. ആഗോളതലത്തിൽ ഇസ്രായേൽ നേരിടുന്ന രാഷ്ട്രീയ ഒറ്റപ്പെടലും സുരക്ഷാ ഭീഷണിയും കണക്കിലെടുത്ത് രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമാകണമെന്ന് പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു വ്യക്തമാക്കുന്നു. നിലവിലെ സാഹചര്യത്തെ ഗ്രേറ്റർ ഇസ്രായേൽ പദ്ധതി നടപ്പിലാക്കാനുള്ള ഒരു അവസരമായാണ് ഇസ്രായേൽ കാണുന്നത്. ഗസക്കും വെസ്റ്റ് ബാങ്കിനും പുറമെ തെക്കൻ ലബനാനിലെ ലിത്വാനി നദി വരെയുള്ള പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനും സിറിയയിലൂടെ ഇറാഖിലെ യൂഫ്രട്ടീസ് മേഖല വരെ നീളുന്ന ഡേവിഡ്സ് കോറിഡോർ നിർമ്മിക്കാനും ഇസ്രായേൽ ലക്ഷ്യമിടുകയാണ്. ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി ദീർഘകാലം നീണ്ടു നിൽക്കുന്ന 1-ലധികം യുദ്ധങ്ങൾ ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നു. ഇസ്രായേലി ജനത യുദ്ധത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ് എന്ന് ഇസ്രായേലി പത്രമായ ഹാരിസിലെ കോളമിസ്റ്റ് ഗിദിയോൻ ലെവി പറയുന്നു. ഇസ്രായേലികൾ യുദ്ധത്തെ ഒരു ദുരന്തമായല്ല, മറിച്ചൊരു അവസരമായാണ് ഇപ്പോൾ കാണുന്നത്. ഗസയിലെ അധിനിവേശം ഇസ്രായേലി കയ്യേറ്റക്കാർക്ക് പുതിയ ഇടങ്ങൾ കണ്ടെത്താനുള്ള അവസരമായി അവർ കരുതി. സാധാരണ രാജ്യങ്ങളിൽ യുദ്ധം അവസാനിക്കുന്നത് ആഘോഷമാക്കുമ്പോൾ ഇസ്രായേലിൽ അത് പലപ്പോഴും എതിർപ്പുകൾക്കും അതൃപ്തിക്കുമാണ് കാരണമാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർവേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അതുപ്രകാരം 63% ഇസ്രായേലികളും ഇറാനുമായുള്ള വെടിനിർത്തലിൽ അതൃപ്തരാണ്. ഫലസ്തീനികളെയും മറ്റു അയൽരാജ്യങ്ങളിലുള്ളവരെയും ഇസ്രായേൽ സമൂഹം കാണുന്ന രീതിയെക്കുറിച്ചും വിദഗ്ധർ ആശങ്ക പ്രകടിപ്പിക്കുന്നു. ചരിത്രകാരനായ പ്രൊഫസർ ഇലാൻ പാപ്പെ നിരീക്ഷിക്കുന്നത് പ്രകാരം ഫലസ്തീനികളെ മനുഷ്യരായി പോലും ഇസ്രായേലിലെ ഭൂരിപക്ഷവും കാണുന്നില്ല. ഇസ്രായേൽ അവരുടെ വിദ്യാഭ്യാസ രീതിയിലൂടെയും മാധ്യമങ്ങളിലൂടെയും അത്തരമൊരു മാനസിക നില വളർത്തിയെടുത്തിട്ടുണ്ട്. ഇതാണ് ഗസയിലെയും ലബനാനിലെയും കൊടും ക്രൂരതകൾ സോഷ്യൽ മീഡിയയിലൂടെ ആഘോഷിക്കാൻ ഇസ്രായേൽ സൈനികരെ പ്രേരിപ്പിക്കുന്നത്. തങ്ങൾ ചെയ്യുന്നത് വലിയൊരു പോരാട്ടമാണ് എന്നും തങ്ങളെ എതിർക്കുന്നവർ അപരിഷ്കൃതരാണ് എന്നുമുള്ളൊരു വിശ്വാസം ഇസ്രായേൽ സമൂഹത്തിൽ ഉറച്ചുപോയിരിക്കുന്നു. ഇസ്രായേലിലെ പുതിയ തലമുറ മുൻഗാമികളേക്കാൾ കൂടുതൽ അക്രമാസക്തരും ദേശീയവാദികളുമായി മാറിയിരിക്കുന്നു. സമാധാനപരമായ ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ ഇസ്രായേലിലെ പ്രതിപക്ഷത്തിന് പോലും സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഗ്രേറ്റർ ഇസ്രായേൽ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതുവരെ യുദ്ധം തുടരാനാണ് സയനിസം കരുക്കൾ നീക്കുന്നത്. അമേരിക്കയെ അതിനായി അവർ ഉപയോഗിക്കുകയും ചെയ്യുന്നു. നിലവിലെ ഈ യുദ്ധാസക്തിയും വിദ്വേഷവും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇസ്രായേലിന് തന്നെ വിനയാകും എന്നാണ് ചരിത്രകാരന്മാർ കരുതുന്നത്. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇസ്രായേൽ ഒരു ഒറ്റപ്പെട്ട രാഷ്ട്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ രീതിയിലുള്ള ഒരു രാഷ്ട്രത്തിന് ദീർഘകാലം നിലനിൽക്കാൻ കഴിയില്ല എന്നും പുറത്തുനിന്നുള്ള സമ്മർദ്ദങ്ങൾ മാറ്റത്തിന് കാരണമാകുമെന്നും ഇവർ നിരീക്ഷിക്കുന്നു.